പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. കൊച്ചി കലൂരിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. പ്രതി പരോളിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം അറിഞ്ഞത്. വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ലിഡിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഒരു പ്രാഥമികമായ വിവരം? എന്താണ് മോഷണം പോയതെന്ന് പുറത്തു വന്നിട്ടുണ്ടോ? അജി, എന്തൊക്കെയാണ് മോഷണം പോയത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. നിലവിൽ നമ്മളുള്ളത് കൊച്ചിയിൽ കലൂരിലെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലാണ്. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. മോൺസൺ മാവുങ്കൽ പരോളിലാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ ഇവിടെ നിന്നും സാധനങ്ങൾ എടുക്കാം എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾ എടുക്കാനായി വന്നപ്പോൾ മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മോൺസൺ മാവുങ്കൽ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ മോഷണവും കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിരുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. അതിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ മോഷണം നടന്നതായി മനസ്സിലാക്കുകയും നിരവധി സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് പുരാവസ്തു സാധനങ്ങളാണ് പ്രധാനമായും ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മോഷണ സാധനങ്ങളെല്ലാം തന്നെ ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു മോഷണം നിലവിൽ നടന്നിരിക്കുന്നത്. പുരാവസ്തു സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് മോൺസൺ മാവുങ്കലിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതായത് അഭിഭാഷകരടക്കമുള്ള ആളുകൾ അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 20 കോടി രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ട്, പുരാവസ്തു സാധനങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് മോൺസന്റെ അഭിഭാഷകൻ പറയുന്നത്. അത്തരത്തിൽ വീടിന്റെ സൈഡ് ഭാഗം, അതായത് അരികു ഭാഗം പൊളിച്ച നിലയിലൊക്കെ ഉണ്ട്. അതായത് അത് കുറച്ച് നാളുകളായി ഇത് പൂട്ടിക്കിടന്ന ഒരു വീടാണ്. അത്തരത്തിൽ ആണ് ഈ വീട്ടുടമകൾ ഇല്ലാത്ത സമയത്ത് ഒരു മോഷണം നടന്നിരിക്കുന്നത്. വളരെ നാളുകളായി അടഞ്ഞു കിടന്ന വീടാണ്. ഈ പരോളിലെത്തിയ ശേഷം ഈ സാധനങ്ങൾ എടുക്കാനായി ഇങ്ങോട്ടേക്ക് മോൺസൺ മാവുങ്കൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഇതിൽ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിച്ചു വരികയാണ് പോലീസ്. ഇത്തരത്തിൽ മോഷണം നടന്നതായി മനസ്സിലാക്കി പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. അല്പസമയം മുൻപ് വരെ മോൺസൺ മാവുങ്കൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് പുറത്തേക്ക് പോയത്. മറ്റു കാര്യങ്ങളും ഒക്കെ നടപടിക്രമങ്ങളും ഒക്കെ സ്വീകരിച്ചു വരികയാണ്.